വെൽക്കം ബാക്ക് ടു ഉസ്മാനിയ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പെരുന്നാളിൻ്റെ ഡ്രസ്സ് എടുക്കലും നോമ്പുതറയൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള കുറച്ച് വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ്. അങ്ങനെ ഇന്ന് ഞാനും എൻ്റെ ഫ്രണ്ട് ഷഹീറയും കൂടെ നേരെ ഇറങ്ങിയിട്ടുണ്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകുന്നത് ഞങ്ങൾക്ക് രണ്ടാക്കുമല്ല, ഷഹീറിൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞങ്ങളിതാ ഈവനിങ്ങിലാണ് ഇറങ്ങിയിട്ടുള്ളത്. സൺസെറ്റിൻ്റെ ഒക്കെ ഏകദേശം ആ ഒരു ടൈമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു നമ്മൾ ഇറങ്ങിയ സമയത്ത് റോഡ് സൈഡിൽ ഒരു ഗ്രൗണ്ടിൽ ഈ മരങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ സൂര്യനിങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ശരിക്കും നമ്മൾ ചിത്രമൊക്കെ വരയ്ക്കുന്ന സമയത്ത് പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു മരം അതിൻ്റെ ഇടയിൽ കൂടെ സൂര്യൻ അങ്ങനത്തെ അതേ ഒരു കാഴ്ചയായിരുന്നു കേട്ടോ. ആ ഒരു സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം സൺസെറ്റൊക്കെ നോക്കി നിന്ന് അങ്ങനെ മാളിലെത്തിയിട്ടുണ്ട്. അങ്ങനെ മാളിലെത്തി നമ്മൾ ട്രെൻഡ്സിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ട്രെൻഡ്സിൽ കയറി ഡ്രസ്സൊക്കെ വാങ്ങിച്ച് ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഡ്രസ്സ് വാങ്ങിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ വേഗം തന്നെ തിരിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ പോകുന്നത് ചേച്ചീൻ്റെ വീട്ടിലേക്കാണ്. നമുക്ക് സ്ഥിരമായിട്ട് ഫുഡ് തരുന്ന ചേച്ചീൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ ചേച്ചീൻ്റെ മക്കൾ ഇന്ന് നോമ്പെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ച് ചേച്ചീൻ്റെ വീട്ടിൽ നിന്ന് നോമ്പ് തുറക്കാമെന്ന് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ നമ്മളവിടെ എത്തിയപ്പോഴേക്ക് തന്നെ ചേച്ചി അവിടെ കട്ട്ലറ്റിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഒരു സൈഡിൽ നിന്ന് പുട്ട് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ കട്ട്ലറ്റിൻ്റെ പണി ഞങ്ങൾ ഏറ്റെടുത്ത് ചേച്ചി സൈഡിൽ നിന്ന് പുട്ട് ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് നോമ്പ് തുറക്കാൻ കട്ട്ലറ്റും പിന്നെ ചെമ്മീൻ പുട്ടുമാണ് കേട്ടോ. ചെമ്മീൻ്റെ മസാല ഫില്ലിങ് സെൻറ്ററിൽ വന്നിട്ടുള്ള ആ ഒരു പുട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളിത് അവിടെ കട്ട്ലറ്റ് പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പുട്ടും മസാലയൊക്കെ അവിടെ ചേച്ചി റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ പിന്നെ മുജി വന്നിട്ടുണ്ടായിരുന്നു, എൻ്റെ ഫ്രണ്ട് മുസ്നയും അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു നോമ്പ് വരയ്ക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മുസ്ന വന്നതിന് ശേഷം പിന്നെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഓരോ സാധനങ്ങളും ഇവിടെ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ എല്ലാം റെഡിയായി. നമ്മൾ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ എല്ലാം സെറ്റ് ചെയ്തത് ആ ടേബിളിൽ എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സൈഡിൽ നിന്ന് നമ്മൾ ഡ്രിങ്ക്സ് ഇവിടെ സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ ഏകദേശം നോമ്പ് തുറക്കാനുള്ള ടൈമായ സമയത്ത് നമ്മളിതാ ഇനി നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇവിടെയും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് കേൾക്കാനുള്ള ഒരു വഴിയുമില്ല കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നോമ്പിന് വീട്ടിൽ പോയ ആ ഒരു ദിവസം മാത്രമല്ലാതെ പിന്നെ ഞാൻ നോമ്പിന് ബാങ്ക് കേട്ടിട്ടേ ഇല്ല കേട്ടോ. ബാങ്ക് കേട്ട് നോമ്പ് തുറക്കാനുള്ള ഒരു ഭാഗ്യം ഈ ഒരു നോമ്പിന് വളരെ കുറവായിരുന്നു. ശരിക്കും നമുക്കതൊരു കോമൺ ആയിട്ടുള്ള കാര്യമാണ് ബാങ്ക് കേട്ടിട്ട് നോമ്പ് തുറക്കുക എന്നുള്ളത്. പക്ഷേ ഇവിടെ വന്നപ്പം അത് കോമൺ അല്ലാത്തൊരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ എന്തായാലും നമ്മൾ ബാങ്കൊന്നും കേട്ടില്ലെങ്കിലും ഏകദേശം ടൈം വെച്ചിട്ട് നമ്മൾ നോമ്പൊക്കെ തുറന്ന് അങ്ങനെ നമ്മൾ പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി പുട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ പുട്ട് ഓരോ ബാച്ചായിട്ട് ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതാ നമ്മൾക്ക് നോമ്പുള്ള നമ്മൾ 5 പേർക്ക് പുട്ട് റെഡി ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ നോമ്പ് മറ്റവരൊക്കെ എല്ലാവരും കൂടെ വേഗം ഇരുന്നിട്ട് ഇനി കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പുട്ട് ഇവിടെ സെറ്റായിട്ടുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ തിരിച്ച് ഹോസ്റ്റലിലേക്ക് തന്നെ വരികയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ ഈ ഒരു സൺഡേയിലെ പെരുന്നാൾ ഡ്രസ്സ് എടുക്കലിൻ്റെ നോമ്പ് തുറൻ്റെയൊക്കെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് വേറൊരു ദിവസത്തെ പെരുന്നാൾ ഡ്രസ്സ് എടുക്കലും നോമ്പ് തുറൻ്റെയൊക്കെ വിശേഷങ്ങളാണ്. അത് വീട്ടിൽ നിന്ന് ഞാൻ പോയിട്ട് എനിക്കും ഉമ്മാക്കൊക്കെ ഡ്രസ്സ് എടുത്തിട്ടുള്ള വിശേഷങ്ങളും പിന്നെ നമ്മളെ കമ്പനി വക ഒരു നോമ്പ് തുറ ഉണ്ടായിരുന്നു, അതിൻ്റെയൊക്കെ വിശേഷങ്ങളാണ് കേട്ടോ ഇനി പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അങ്ങനെ നമ്മളെ കമ്പനി നോമ്പ് തുറൻ്റെ അന്ന് രാവിലെ ഞാനിതാ ഡ്യൂട്ടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഏകദേശം നോമ്പ് തുറക്കാനുള്ള ടൈമായപ്പം നമ്മൾ നേരെ എല്ലാ നോമ്പ് തുറക്കുന്ന ദിവസത്തെയും പോലെ തന്നെ നമ്മൾ നേരെ 4th ഫ്ലോറിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 4th ഫ്ലോറിലെത്തി ബാങ്ക് കൊടുക്കുന്ന ടൈമായിട്ടു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഫുഡൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടേ ഇരുന്ന് അങ്ങനെ ഫുഡും നോക്കി വെയിറ്റ് ചെയ്യുന്ന ഞങ്ങളെയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പിന്നെ ലാസ്റ്റ് ഗതികെട്ട് നമ്മളെ കയ്യിലുണ്ടായിരുന്ന ഡേറ്റ്സൊക്കെ വെച്ചിട്ട് വെള്ളവും കുടിച്ചിട്ട് നോമ്പ് തുറന്ന് അങ്ങനെ ഫുഡ് ഇപ്പം വരും എന്ന് വിചാരിച്ച് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. നമ്മൾ ഡോറും നോക്കി അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ, ഇപ്പോൾ ഫുഡ് എത്തുമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ എന്തായാലും ഒരു 10-20 മിനിറ്റ് വെയിറ്റ് ചെയ്തെങ്കിലും ലാസ്റ്റ് ഫുഡ് എത്തിയിട്ടുണ്ട്. കുറച്ച് വൈകിയാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്ക് തന്നെ ഫുഡൊക്കെ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ജ്യൂസും ഫ്രൂട്ട്സും ഡേറ്റ്സും പിന്നെ പരിപ്പ് വടയും പഴംപൊരിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ
പരിപ്പുവടയും പഴംപൊരിയും ഫ്രൂട്ട്സും ജ്യൂസും കഴിച്ചിട്ട് തന്നെ വയറ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ വയറ് നിറഞ്ഞ് നിൽക്കുന്ന ടൈമിലാണ് ഇവർ പിന്നെ ബിരിയാണി കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നത്. ബിരിയാണിയും അച്ചാറും സാലഡും ആയിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു ജ്യൂസും സ്നാക്സൊക്കെ കഴിച്ചിട്ട് തന്നെ വയറ് നിറഞ്ഞതുകൊണ്ട് ബിരിയാണി കഴിക്കാനുള്ള ഒരു ഗ്യാപ്പേ ഉണ്ടായിരുന്നില്ല. എന്തായാലും അവർ നമ്മളോട് കഴിക്കാൻ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ കുറച്ച് മാത്രം കഴിച്ചിട്ട് പിന്നെ ബാക്കി നമ്മൾ ഹോസ്റ്റലിലേക്ക് കൊണ്ടുവരാണ് കേട്ടോ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഇതാ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നോമ്പൊക്കെ തുറന്ന് പിന്നെ നമ്മൾ തിരിച്ച് നേരെ നമ്മളെ ഓഫീസിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളെ ഹോസ്റ്റലിലെയും നമ്മളുടെ ഓഫീസിലെയും ഒക്കെ നോമ്പ് തുറയ വിശേഷങ്ങൾ കഴിഞ്ഞു. ഇനി ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മളുടെ വീട്ടിൽ പോയതിന് ശേഷം ഞാൻ ഡ്രസ്സ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്ന കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത് ഉമ്മമാർക്കാണ് കേട്ടോ. അപ്പോൾ ഉമ്മമാർ ഡ്രസ്സ് ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് നൈറ്റിയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പം ഒരുപാട് നല്ല നൈറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. പൊതുവേ ഞാനും ഇക്കയും ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുക പെരുന്നാളിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും. ഇത്രയും നേരത്തെ ഞങ്ങൾ പെരുന്നാളിൻ്റെ ഡ്രസ്സ് എടുക്കാൻ പോകുന്നത് ഞങ്ങൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പം ഇത്തവണ പോയപ്പോഴാണ് സത്യം പറഞ്ഞാൽ ശരിക്കും എനിക്ക് മനസ്സിലായത് നമ്മൾ പെരുന്നാളിൻ്റെ കുറേ ദിവസം മുമ്പ് പോകുമ്പോഴാണ് നല്ല കളക്ഷനും സെലക്ഷനൊക്കെ ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. കാരണം എനിക്ക് ഇതിന് മുമ്പ് പെരുന്നാളിൻ്റെ ഡ്രസ്സ് എടുക്കാൻ പോയ ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പം ഇത്തവണ പോയപ്പം ഏത് നൈറ്റി എടുക്കണം എന്ന് വരെ കൺഫ്യൂഷൻ ആയിപ്പോയി. പക്ഷേ ഇതിന് മുമ്പൊന്നും ഞങ്ങൾ പോയപ്പോൾ അങ്ങനെ ആയിരുന്നില്ല. കാരണം നമ്മൾ പെരുന്നാളിൻ്റെ തലേ ദിവസം അല്ലെങ്കിൽ 2 ദിവസം മുമ്പൊക്കെ പോകുന്ന സമയത്ത് ഒട്ടും അങ്ങനെ മനസ്സിൽ അത്ര അങ്ങോട്ട് ഓക്കെ ആവുന്ന ഡ്രസ്സുകൾ ഉണ്ടായിരുന്നില്ല. അപ്പം പക്ഷേ ഇത്തവണ പോയ സമയത്ത് ഒരുപാട് നൈറ്റികൾ ഇഷ്ടമുള്ളത് കണ്ടിട്ട് ലാസ്റ്റ് ഏതെടുക്കണം എന്ന് കൺഫ്യൂഷനായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല സെലക്ഷനൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള 2 നൈറ്റി എടുത്തു. പിന്നെ ഉമ്മമാർക്ക് നൈറ്റി എടുത്തപ്പോൾ പിന്നെ എനിക്കും ഒരു നൈറ്റി എടുക്കാനൊരു പൂതി തോന്നി. കാരണം അത്രയും നല്ല നൈറ്റീസ് ആയിരുന്നു. അപ്പോൾ പിന്നെ എനിക്കും ഒരു നൈറ്റിയൊക്കെ എടുത്ത് അങ്ങനെ പിന്നെ എനിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ആദ്യത്തെ കടയിൽ നിന്ന് നമുക്ക് ഡ്രസ്സുകളൊന്നും അങ്ങനെ ഓക്കെ ആയില്ല. അവിടെ കുറേ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ ഡാമേജ് ആയിട്ട് നമ്മൾക്ക് ഇഷ്ടമാവുന്ന ഡ്രസ്സൊക്കെ എന്തെങ്കിലുമൊക്കെ ഡാമേജ് കണ്ട് അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് ഡ്രസ്സ് എടുക്കാതെ ഇറങ്ങി കേട്ടോ. പിന്നെ നമ്മൾ നേരെ വേറൊരു കടയിൽ കയറി. അപ്പോഴേക്ക് ഇക്കൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെ ബേബിക്ക് ചെരുപ്പ് വാങ്ങിക്കാൻ വേണ്ടി നമ്മളൊരു കടയിൽ കയറിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ അവർക്ക് ചെരുപ്പൊക്കെ വാങ്ങി ഡ്രസ്സൊക്കെ എടുത്ത് നമ്മളെല്ലാവരും കൂടെ നേരെ വന്നിട്ടുള്ളത് ഒരു ഫാൻസിയിലേക്കാണ്. നമുക്ക് 2 പേർക്കും കുറച്ച് ഐറ്റംസ് വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞാനും ഇക്കൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫ് ഷിഫാനയാണ്. അപ്പോൾ ഷിഫാനയും കൂടെ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് അങ്ങനെ പിന്നെ നമ്മൾ ഫാൻസിയിൽ നിന്നും തിരിച്ചിറങ്ങി. അങ്ങനെ പിന്നെ നമ്മൾ പർച്ചേസൊക്കെ ചെയ്ത് നടന്നതിൻ്റെ ക്ഷീണത്തിൽ ഒരു ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്കാണ് നമ്മൾ SM സ്ട്രീറ്റിൽ ഇങ്ങനെ ബാഗ് വിൽക്കണത് കണ്ടിട്ടുള്ളത്. അപ്പം ഷിഫാനയ്ക്ക് ഒരു ബാഗ് വാങ്ങിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ബാഗ് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബാഗും വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പർച്ചേസിങ്ങും ജ്യൂസ് കുടിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ഓൾറെഡി ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് വേഗം തന്നെ കിടന്നുറങ്ങി. പിറ്റേ ദിവസം ഞാൻ വേഗം തന്നെ നമ്മൾ ഡ്രസ്സും ബാഗൊക്കെ പാക്ക് ചെയ്ത് വേഗം ട്രെയിൻ കയറിയതാ എറണാകുളത്തേക്ക് പോന്നിട്ടുണ്ട്. അപ്പം ഇത്തവണയും നമ്മളുടെ നോമ്പുതുറ ട്രെയിൻ തന്നെയായിരുന്നു. പിന്നെ ട്രെയിനിലത്തെ നോമ്പുതുറൻ്റെ വിശേഷങ്ങളൊക്കെ ഓൾറെഡി ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതുകൊണ്ട് അതിലെ വിശേഷങ്ങൾ കൂടുതലായിട്ട് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. അങ്ങനെ ഇത്തവണ എന്തായാലും നമുക്ക് നിന്ന് കഷ്ടപ്പെടേണ്ടിയൊന്നും വന്നില്ല. വലിയ തിരക്കുണ്ടായിരുന്നില്ല. നമുക്ക് വേഗം തന്നെ സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം വിൻഡോ സീറ്റിലിരുന്ന് നോമ്പൊക്കെ തുറന്ന് നല്ല ഉഷാറായിട്ടുള്ള ഒരു ട്രെയിൻ നോമ്പുതുറയായിരുന്നു ഇത്തവണ. എന്തായാലും ഇത്തവണത്തെ നോമ്പുതുറ വിഭവങ്ങൾ കൊണ്ട് സമൃദ്ധമല്ലെങ്കിലും നമുക്ക് മെൻ്റലിയും ഫിസിക്കലിയും ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. കാരണം ഇരിക്കാൻ സീറ്റ് കിട്ടി. പിന്നെ അത്ര തിരക്കുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ റാഹത്തായിട്ടുള്ള എന്നാൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു നോമ്പുതുറയായിരുന്നു കേട്ടോ ഇന്നെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാവർക്കും ബൈ ആൻഡ് താങ്ക് യു.